അപ്പോൾ കുട്ടി കുട്ടി ചേഞ്ചുകളാണെങ്കിലും അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന വ്യത്യാസം ഭയങ്കര വലുതാണ് അല്ലേ? ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 3 വർഷമായി. അതിനുശേഷം ഞങ്ങൾ ഈ ലിവിങ് റൂമിൽ ഒരു ചെറിയ ചേഞ്ച് പോലും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് അതിനുള്ള സമയമായെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള സാധനങ്ങളും ഉള്ള ഫർണിച്ചേഴ്സും ഡെക്കോഴ്സും ഒക്കെ വെച്ച് കുറച്ചധികം ഇൻഡോർ പ്ലാന്റ്സും ഫെയറി ലൈറ്റ്സും സ്ട്രിങ് ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഈ റൂമിൻ്റെ വൈബ് അങ്ങോട്ട് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ റൂം ഇരിക്കണതെന്നുള്ളത് കാണണ്ടേ? വരൂ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലിവിങ് റൂം. ഇതിപ്പോൾ കുറച്ച് എംപ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. മെയിൻലി ബിക്കോസ് നമ്മൾ യൂറോപ്പിൽ പോയപ്പോൾ ഉണ്ടായ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കഥകളൊക്കെ അറിയാലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്ലാന്റ്സും ഈ റൂമിലില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എംപ്റ്റി ഫീലാണ്. പണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നിറയെ പ്ലാന്റ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ കോർണറിൽ വലിയ ബേർഡ് ഓഫ് പാരഡൈസും വലിയ മോൺസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരെല്ലാം കൈൻഡ് ഓഫ് ഡെഡായി പോയ പോലെയായി. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു വുഡ് പോകുന്നില്ല ഇവിടെ, ആ വുഡിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഫെയറി ലൈറ്റ് ഇങ്ങനെ ഒരു റാ പോലെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഇവിടെ നിന്ന് റാ പോലെ അവിടേക്ക് കൊണ്ടുവന്നു. അതാണ് ഒരു പരിപാടി. പിന്നെ പറ്റുകയാണെങ്കിൽ പ്ലാന്റ്സ് നമുക്ക് വാളിൽ ഒരു ഹാങ് ചെയ്തിടുന്ന പോലെ കുറച്ച് സെറ്റപ്പ് ചെയ്യണം. പിന്നെ അഗെയിൻ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ഫെയറി ലൈറ്റ്സും സ്ട്രിങ് ലൈറ്റ്സും കൊണ്ടുവരണം. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊരു ഫോട്ടോസിൻ്റെ ഒരു കൊളാജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ പണ്ടത്തെ വീട്ടിൽ പണ്ട് ചെയ്തിട്ടുള്ളൊരു അടിപൊളി DIY പരിപാടിയാണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ അതും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ട്. അതിന് ചുറ്റും നമ്മളിങ്ങനെ ഹാർട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ലൈറ്റും കൊടുക്കും. പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ ബുക്സിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാനായിട്ട് വിചാരിക്കുന്നില്ല, എക്സെപ്റ്റ് കുറച്ച് ലൈറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. അപ്പം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം അതേ ഞങ്ങൾ കട്ട പണി തുടങ്ങി. ഇവിടുന്ന് ആദ്യം ഈ സോഫ ഒന്ന് സൈഡാക്കിയാലേ നമുക്ക് ഈ കാണുന്ന പോലെ കണ്ടോ, ഏറ്റവും ടോപ്പിലായിട്ട് ഞങ്ങളിവിടെ ഒരു ഹുക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ കോർണറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സോഫയൊക്കെ ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സോഫയുടെ അടിയിലൊക്കെ നമുക്ക് വൺസ് ഇൻ എ വൈൽ കിട്ടുന്ന ഏരിയ ആണ് ക്ലീൻ ചെയ്യാനായിട്ടും. അപ്പം നല്ലൊരു തറോ ക്ലീനിങ്ങും കൂടെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പണി തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ കിടപ്പിലായി കേട്ടോ. ഞാനും പിന്നെ തീരെ മോശമായിരുന്നില്ല. വേഗം പോയി ചായയൊക്കെ ഉണ്ടാക്കി. ഡോബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ടെന്ന് ഞങ്ങളൊരു ഗെയിം കളിക്കാം എന്ന് വിചാരിച്ചു. കട്ട പണി വരുമ്പം എപ്പോഴും വരുന്നൊരു കാര്യമാണ് മടി. എന്തായാലും അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ വീണ്ടും മടിയൊക്കെ മാറ്റി വെച്ച് പണി ചെയ്യാൻ തുടങ്ങി. നിഖിൽ നേരെ സ്ട്രിങ് ലൈറ്റ് ഹാങ് ചെയ്യുന്ന പണിയിലേക്കും ഞാൻ നേരെ നമ്മുടെ ലൈബ്രറി, നമ്മുടെ കുട്ടി റീഡിങ് ഏരിയ ക്ലീൻ ചെയ്യുന്ന ഭാഗത്തേക്കും പോകാൻ തുടങ്ങി. അപ്പോൾ ഈ കാണുന്ന ബുക്സൊക്കെ എന്താണെന്നറിയോ, ആ കോർണറിൽ ഇരിക്കുന്നത് അത് മുഴുവൻ നമ്മുടെ ഫോട്ടോ ബുക്സാണ്. കണ്ടോ? അപ്പോൾ ഓരോ ഇയറിലും ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ഒരു ഫോൾഡറിലാക്കി ഇവിടെ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് ഇതുപോലൊരു ബുക്കാക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ ഹാർഡ് ഡിസ്കിലൂടെ പോയി നോക്കുന്നതും ഫോണിലൂടെ പോയി നോക്കുന്നതൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമ്മൾ ഒരു ചായയൊക്കെ എടുത്ത് ഇങ്ങനെ രണ്ടുപേരും കൂടെ കംഫി ആയിട്ട് നമ്മുടെ ലിവിങ് റൂമിലിരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഈ പേജസിലൂടെ ഗോത്രൂ ചെയ്യും മൊമെൻറ്റ്സ് നമ്മൾ വീണ്ടും ഒന്ന് ഓർത്തെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ കുട്ടി കുട്ടി മൊമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ലൈഫിൽ, അല്ലേ? അങ്ങനെ ഞാൻ ഷെൽഫ്സ് ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് നിഖിൽ സ്ട്രിങ് ലൈറ്റ് ഏതാണ്ട് ഹാങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒരു കളറൊക്കെ ആകെ മാറാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ സ്ട്രിങ് ലൈറ്റ്സും ഫെയറി ലൈറ്റ്സൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജി, ആ ഒരു വൈബ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. പോരാത്തതിന് വിൻ്റർ സമയങ്ങളിൽ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുമ്പം എൻ്റെ പൊന്നോ സൂപ്പർ വൈബാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മഴക്കാലത്ത് ഒരു ഈവനിങ്ങിൽ വീക്കെൻഡിലെങ്ങാനും കുറച്ച് കാൻഡിൽസൊക്കെ കത്തിച്ച് റൂമിലൊരു ഇൻസെൻസൊക്കെ വെച്ച് ഒരു ഫെയറി ലൈറ്റൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈബ് തന്നെ ആകെ മാറിപ്പോവും. ഞാൻ ഈ ലാമ്പ് ഇവിടുന്ന് എടുത്ത് മാറ്റാനാണ് കേട്ടോ വിചാരിക്കണേ. കാരണം ഇതൊരു ഡെക്കോർ ലാമ്പ് പോലെയാണ് നമ്മൾ യൂസ് ചെയ്യണേ. ലൈറ്റ് ഇതിനധികം കത്തിക്കാറില്ല. പിന്നെ മാത്രമല്ല നിറയെ പൊടിയുമാണ് ഇതിന്. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടുന്ന് തട്ടാം.
ഇനി ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒരു ചെടിയും കൂടെ വെക്കണം. ആ ചെടി സംഘടിപ്പിക്കാനുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി നമുക്കൊരു ഫെയറി ലൈറ്റ് പോലത്തെ ഒരു കുട്ടി ലൈറ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ആഡ് ഓൺ കൂടെ ഇവിടെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം ഏതാണ്ട് സെറ്റാവും. അപ്പോൾ ഈ ചെയർ നമ്മൾ പാപ്പസാൻ ചെയർ എന്നോ അങ്ങനെ എന്താണ് എൻ്റെ പേര് കേട്ടോ, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല. പക്ഷേ ഇത് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. ബേസിക്കലി 2 പീസാണിത്. താഴത്തൊരു ബേസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഈ ഒരു കൊട്ടയുണ്ട്. ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചും കൂടെ താഴത്തേക്ക് ഇറക്കി വെക്കാം, കയറ്റി വെക്കണമെങ്കിൽ കയറ്റി വെക്കാം. അങ്ങനെ ശരിക്കും ഇതാണ് ഞങ്ങളുടെ സ്ഥായി പോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ആ ഇരിക്കുന്ന ആളെ എണിക്കും എന്ന് വിചാരിക്കണ്ട, ഭയങ്കര കംഫിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് കുറച്ച് ബ്ലിങ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കവറിങ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇത് നമ്മൾ കെ-മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ വിൻ്റർ ഓട്ടം സീസണിലേക്ക് ഇത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ട്രൈ ചെയ്യാം. Magnolia town was humming, smoke lay on the ground. Yeah, Magnolia town was humming, smoke lay on. അപ്പം ഇങ്ങനെയാണ് ഈ കോർണർ ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇവിടെ ഒരു പ്ലാന്റ് വെക്കണം എന്നുണ്ട്. ഒരു വലിയൊരു ഫിക്കസ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ ആ കോർണറിൽ അതല്ലെങ്കിൽ ഈ സൈഡിലായിട്ട് വെക്കാം എന്നാണ് വിചാരിക്കണേ. അത് പുറത്തുനിന്ന് പൊക്കിക്കൊണ്ടിരുന്നെങ്കിൽ എനിക്ക് നിഖിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നിഖിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഈ ലാമ്പ് തിരിച്ചിവിടെ കൊണ്ടുവരാനായിട്ട് തീരുമാനം എടുത്തു കേട്ടോ. നിഖിലിന് ഈ ലാമ്പ് ഇവിടെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം തിരിച്ച് ബാക്ക് ടു അതിൻ്റെ ഓൾഡ് പൊസിഷനിലേക്ക് ഇത് പോകാൻ പോവാണ്. ഇതിൻ്റെ ബേസിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഇത് ഭയങ്കര സ്ട്രോങ് അല്ല. അത് കാരണം ഞങ്ങൾ ഈ 2 കിലോൻ്റെ വെയിറ്റ് ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. I left that place in summer, swore I'd be back by fall. I left that place in summer, swore I'd be back by fall. Now the porch is bare and broken. അപ്പോൾ ഈ ഒരു പ്ലാന്റും നമ്മുടെ ഫിക്കസ് പ്ലാന്റും കൂടെ കോമ്പിനേഷനിൽ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യാനാണ് വിചാരിക്കണേ. അപ്പോൾ ഫ്യൂ കോമ്പിനേഷൻസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഏതെങ്ങനെ വെക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. The church bell moaning down on Beale Street side. Heard the church bell moaning down on Beale Street side. Sounded like forgiveness for the tears I try to hide. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാൻഡിലും വെച്ചിട്ടുണ്ട്. ഈ കാൻഡിൽ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്ന കാൻഡിലാണ് കേട്ടോ. കണ്ടോ, ഇത് പല ഫ്ലേവേഴ്സിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കോസ്റ്റൽ ബ്രീസ് എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ.
അങ്ങനെ ഫിക്കസ് ട്രീയുടെ പൊസിഷൻ ഞങ്ങൾ ഏതാണ്ട് ഇവിടെ കൺഫേം ആക്കിയിട്ടോ. ഇനി ഒരു എക്സ്ട്രാ കോസി വൈബിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് ചുറ്റും വളരെ ചെറുതായിട്ടുള്ള ഫെയറി ലൈറ്റ്സിൻ്റെ സ്ട്രിങ്സ് ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതോടെ നമ്മുടെ റീഡിംഗ് നോക്കിൻ്റെ ഭാഗം ഏതാണ്ട് സെറ്റായി. പിന്നെ ഞങ്ങൾ ലിവിങ് റൂമിൻ്റെ അടുത്ത കോർണർ പിടിച്ചു കേട്ടോ. അകത്തെ മേക്ക് ഓവർ ഭയങ്കര സിമ്പിളായിരുന്നു. കാര്യം വെറുതെ പ്ലാന്റ്സും കുറച്ച് കാൻഡിലും ഫെയറി ലൈറ്റ്സും വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം സെറ്റാവുമായിരുന്നു. ഈ പ്ലാന്റ്സും കാൻഡിൽസും വെച്ചപ്പോൾ തന്നെ അവിടുത്തെ വൈബ് ആകെ മാറിയില്ലേ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. സോഫാർ നമ്മൾ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ്സിൽ മാത്രമായിട്ടാണ് ഈ ഒരു ലിവിങ് റൂം ട്രാൻസ്ഫോർമേഷൻ ചെയ്യണേ. അതുകൊണ്ട് ഇനി ഒരു ദിവസം കൂടെ എടുക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഇന്നലെ നമ്മൾ ഈ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുക്ക് ഷെൽഫ്, ടി വിയുടെ ഏരിയ ആൻഡ് ഈ ഒരു കോർണറും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർപ്പറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിൻഡോസൊക്കെ ക്ലീൻ ചെയ്ത് അവിടുന്ന് കുറച്ച് ഹാങ്ങിങ് പോട്ട്സ് ഇടാനുള്ള ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ലാസ്റ്റത്തെ ഒരു പോർഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു ഫോട്ടോ കൊളാജ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മോസ്റ്റ്ലി നമ്മൾ നാളെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ പണികളിൽ സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ പണി ഞങ്ങൾ തകൃതിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തുടക്കം തന്നെ കാർപ്പറ്റ് എന്നായിരുന്നു. കാര്യം ഫുൾ ടൈം നമ്മൾ ഫുഡ് കഴിക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നിറയെ പൊടിയും ചളിയും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് കുടഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ലിവിങ് റൂം ഫുൾ ഡസ്റ്റിൽ കുളിച്ച് കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിൻഡോസ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നിഖിൽ ആ ഭാഗത്ത് പ്ലാന്റ്സിനെ ഹാങ് ചെയ്തിടാനുള്ള സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ കോർണറിലായിട്ട് ഞങ്ങൾക്കൊരു വാം ലൈറ്റ് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഫെസ്റ്റൂൺ ലൈറ്റ്സ് നമുക്കിവിടെ റീപർപ്പസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത് ഞങ്ങളിപ്പോൾ ബാക്ക് യാർഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് എടുത്ത് കൊണ്ടുവന്ന കാരണം തന്നെ നിറയെ പൊടി അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്കതിവിടെ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ഫെസ്റ്റൂൺ ലൈറ്റ്സ് ഞങ്ങൾ ഇവിടെ ഇട്ട് നോക്കിയപ്പം ഭയങ്കര ബ്ലിങ് ആയിരുന്നു കേട്ടോ. ശരിക്കും ആ ഏരിയ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ബ്രൈറ്റ്നെസ് നമുക്ക് ശരിക്കും ഈ ഒരു കോസി ഫീലിങ്ങിന് ചെറുതായിട്ടൊന്ന് എടുത്ത് കളയുന്നുണ്ടോ എന്ന് തോന്നി. അപ്പോഴാണ് നിഖിലിന് ഈ ഒരു ഐഡിയ തോന്നിയത്. അതായത് നമ്മുടെ വേർട്ടിക്കലായിട്ട് കിടക്കുന്ന ആ 3 ബൾബ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ബാക്കിയുള്ള ബൾബുകളെല്ലാം എടുത്ത് മാറ്റി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ സംഭവം കിടിലനായിരുന്നു കേട്ടോ. ആ ലൈറ്റിംഗ് എക്സാക്ട്ലി ഞങ്ങൾക്ക് വേണ്ട സെയിം ലൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നിഖിലിൻ്റെ ഇലക്ട്രിക്കൽ സ്കിൽസ് വെച്ച് ആളിതേ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സംഭവം വർക്കിംഗ് ആക്കി തന്നു കേട്ടോ. ഇപ്പം ശരിക്കും മനസ്സിനൊരു സന്തോഷം വരുന്നുണ്ട്. കാര്യം നമ്മുടെ വർക്ക് ഏതാണ്ട് തീരാറായി തോന്നുന്നുണ്ട്. അങ്ങനെ ഡേ 3 ആയി. ഇന്ന് നല്ല ഹോപ്പുണ്ട് നമുക്ക് ഫൈനലി നമ്മൾ ഇത്ര നാൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പണി തുടങ്ങിയാലോ. നേരെ ഞങ്ങൾ കയറിയത് നമ്മുടെ കാർപ്പറ്റ് ക്ലീൻ ആക്കുന്നതും അതുപോലെ സോഫ തിരിച്ച് ആ സെയിം സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഇടുന്ന പരിപാടികളിലാണ് കേട്ടോ. അപ്പം നമ്മുടെ സോഫയൊക്കെ കറക്റ്റ് പ്ലേസിൽ വെച്ച് ഒരു ഗ്രീൻ കളറിലുള്ള കുഷ്യൻസ് ബേജ് കോമ്പിനേഷനിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ കളറിലുള്ള ത്രോയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ചുറ്റിലും ഞാൻ പ്ലാന്റ്സ് മാത്രമേ ഈ ഭാഗങ്ങളിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതേ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടെ സോഫയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞങ്ങളുടെ കുട്ടി സൈഡ് ടേബിളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി കാൻഡിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലിവിങ് റൂം ട്രാൻസ്ഫോർമേഷൻ ഏതാണ്ട് ഒരു കലാശക്കൊട്ടയായി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അതല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വൈബും. മുന്നേ ഉണ്ടായിരുന്നേക്കാളും അത്യാവശ്യം വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് പ്ലാന്റ്സും ലൈറ്റ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഇതിന് കാര്യമായിട്ട് ഞങ്ങൾ സ്പെൻഡും ചെയ്തിട്ടില്ല. വീട്ടിലുള്ള സാധനങ്ങൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്തുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും നമ്മൾ ഉള്ളതൊക്കെ അങ്ങടിക്കും മാറ്റി വെട്ടിക്കൂട്ടി DIY ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിലാകപ്പാടെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഹാർട്ട് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കട്ട് ചെയ്തൊക്കെ വെച്ചു. പക്ഷേ നമ്മുടെ ഈ ഒരു വാള് ഫുൾ പ്ലാന്റ്സ് വെച്ചിട്ടും ലൈറ്റ്സ് വെച്ചിട്ടും TV വെച്ചിട്ടും കവേർഡാണ്. അതുപോലെ ഇവിടെ വിൻഡോയും ഈ പ്ലാന്റ്സും ലൈറ്റും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ആകെപ്പാടെ കുറച്ചൊരു ബ്ലാങ്ക് സ്പേസ് അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിലും നമ്മൾ കൊണ്ടുപോയിട്ട് നിറയെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹാർട്ട്സിൽ നിറയെ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ.
അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ഫീൽ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വെച്ചില്ല. എപ്പോഴും നമ്മൾ റൂം ഡെക്കോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ചൊരു എംപ്റ്റി സ്പേസ് എപ്പോഴും പ്ലെയിൻ വാൾ എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. സോ ദാറ്റ് നമ്മുടെ കണ്ണിന് കുറച്ചും കൂടി ഒരു മയം ഉണ്ടാവും നോക്കുമ്പോഴൊക്കെ. അപ്പോൾ അത് കാരണം ഇപ്പം ഞങ്ങളത് സിമ്പിളായിട്ട് വിട്ടു. പിന്നെ എപ്പോഴെങ്കിലും വേറെ എവിടെയെങ്കിലും നമുക്ക് ഈ ഹാർട്ടിൻ്റെ DIY ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ ട്രാൻസ്ഫോം ആയ ലിവിങ് റൂം കാണിച്ചു തരട്ടെ. ഇത് 2 വൈബിൽ ഞാൻ ഫോട്ടോസ് എടുത്ത് ഇടാം കേട്ടോ. ഒന്ന് ഈ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സെറ്റപ്പ്, 2 ചിൽ ഔട്ട് വൈബ് ചെയ്യുന്ന ഒരു മൂഡിലുള്ള ഡിം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഞങ്ങൾക്ക് ആ സെക്കൻഡ് സെറ്റിംഗ് ആണ് ഇഷ്ടം, ഈ വൈറ്റ് ലൈറ്റ്സിനേക്കാളും കൂടുതൽ. ഇതിപ്പോൾ വീഡിയോന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വൈറ്റ് ലൈറ്റ് ഇട്ടത്. അതല്ലെങ്കിൽ മോസ്റ്റ്ലി യെല്ലോ ലൈറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്കതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻസിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. Ta-da!